മലപ്പുറത്ത് 2 യുവാക്കൾ സ്കൂൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കി അറസ്റ്റിലായിരിക്കുന്നു. പ്രാങ്ക് കാണിക്കാൻ നോക്കിയെന്നാണ് യുവാക്കൾ പറഞ്ഞത്. അയൽവാസികളായ യുവാക്കൾ പ്രാങ്ക് കാണിച്ചതായിരിക്കും എന്ന് കുട്ടിയുടെ ബന്ധുക്കളും പറയുന്നു. പോലീസും നാട്ടുകാരും പക്ഷേ അല്പം സീരിയസ് ആയിട്ടാണ് കാര്യത്തെ എടുത്തിട്ടുള്ളത്. അവർ കേസെടുത്തു. അരുൺ അമൃതനാഥ് ഉണ്ട് തത്സമയം. അരുൺ, ഇത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ ഇമാതിരി പണിയൊക്കെ? പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകലൊക്കെ വളരെ ഭീതിയോടെ കാണുന്ന ഒരു സമയത്ത് ഈ വാർത്ത കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഞെട്ടലുണ്ട്. മോത്തി, ഇതിപ്പോൾ വന്ന് പ്രാങ്ക് ഏതാണ് റിയൽ ലൈഫ് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ഒരു തോക്കായിട്ട് ഒരു യുവാവ് കയറിയപ്പോൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇത് പ്രാങ്ക് ആണെന്നാണ്. അത്തരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ പ്രാങ്ക്. അതേപോലെ തന്നെ മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരുടെ പ്രാക്ക് കൂടെ ഏറ്റുവാങ്ങുന്ന തരത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത്. അതിനിടെയാണ് അതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങൾ കൂടി കാണിച്ചു തരുന്ന ഒരു സംഭവം തന്നെയാണ് മലപ്പുറത്ത് കണ്ടത്. ഈ 2 യുവാക്കൾ ഈ സ്കൂട്ടറിലെത്തി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പോലെ ഇവരെ പിടിച്ചു വലിക്കുകയാണ്. കുട്ടികൾ എതിർക്കുന്നു. അങ്ങനെ ഇവർ പോകുന്നു. പോലീസ് എത്തി. നാട്ടുകാരൊക്കെ രോഷാകുലരായി വലിയ രീതിയിൽ വിമർശനങ്ങൾ വരുന്നു. അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കുകയാണ്. പോലീസ് എത്തിയാണ് ഇതിൻ്റെ ഒരു ചുരുളഴിച്ചത്. അപ്പോഴാണ് ഇവർ പ്രാങ്ക് ആണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ പ്രാങ്കിന്റെ മറവിൽ കുട്ടികളെ കടത്തി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണെന്നാണ്. നാട്ടുകാർ അടങ്ങുന്നില്ല. നാട്ടുകാർ ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല. ഇത് ആ രീതിയിൽ തന്നെയുള്ള ഒരു തട്ടിപ്പായി മാറിയ അതാണ് നമ്മൾ തുടക്കത്തിലെ സൂചിപ്പിച്ചത്. ഇതിപ്പം പ്രാങ്കാണോ സത്യം എന്താണോ എന്ന് നമുക്ക് അതിൻ്റെ മറവിൽ കൂടി ഇത്തരം പ്രവൃത്തികൾ ചെയ്യാനുള്ളൊരു ലൈസൻസായി ഇത്തരം സമൂഹ മാധ്യമങ്ങളിലുള്ള ഇത് ഒട്ടേറെ നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയി ചിത്രമൊക്കെ വരച്ചു കൊടുക്കുന്ന വാർത്തകൾ, ഈ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഇതേ തത്സമയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു മോശം വശം കൂടി നമുക്ക് പറയാതെ വയ്യ. എന്തായാലും ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്നൊരു കേസാണ് എടുത്തത്. ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഒരു സമൂഹ മാധ്യമങ്ങൾ ഒരു ലൈസൻസായി മാറുമോ എന്നൊരു ആശങ്ക കൂടി ഉണർത്തുന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു മലപ്പുറത്ത് നമ്മൾ കണ്ട ഈ ഒരു സംഭവം. ഇവരതിന്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? അതോ അതിനു മുമ്പേ സംഭവം കയ്യിൽ നിന്ന് പോയി എല്ലാവരും പിടിച്ച് ആകെ പണിയായോ? അതെ, കയ്യിൽ നിന്ന് പോവുകയാണ് ഉണ്ടായത്. വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഈ കുട്ടികൾ വീട്ടിൽ അറിയിക്കുന്നു, അപ്പം തന്നെ പോലീസിൽ അറിയിക്കുന്നു. പോലീസ് എത്തി ഇവരെ താനൂർ പോലീസ് എത്തി കയ്യോടെ തന്നെ കൈകാര്യം ചെയ്യണം. അപ്പോഴാണ് പ്രാങ്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലും പിടിക്കേണ്ട ഒരു ഗതികേട്ടിലായിരുന്നു ഇവർ എത്തിയിട്ടുണ്ടായത്. അപ്പോഴും പോലീസ് അത് ആദ്യം വിലക്കെടുത്തില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണോ നടന്നത്? സമാന പശ്ചാത്തലം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണല്ലോ മോത്തി. അപ്പോൾ അത്തരത്തിലൊരു പരിഭ്രാന്തി നാട്ടുകാരൊക്കെ അലേർട്ടായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് മറ്റേ ഓയൂരിലെ സംഭവത്തിന് ശേഷം. ആ ഒരു ഘട്ടത്തിൽ കൂടി ഇത്തരം പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ ഒരു സാമാന്യ ബോധം വേണ്ടേ എന്നൊരു ചോദ്യമൊക്കെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതിൽ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു നല്ല വശം കൂടി അവർക്ക് കൂടി ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലാണ് ഈ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് വ്ളോഗേഴ്സിനൊക്കെ ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലാണ്